കേന്ദ്ര സർക്കാരിൽ വമ്പൻ അഴിച്ചുപണിക്ക് സാധ്യത തെളിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈ വീണ്ടും മന്ത്രിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CJP പ്രതിഷേധത്തിനു പിന്നാലെ രാജിവെച്ചൊഴിഞ്ഞ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം കേന്ദ്ര മന്ത്രിസഭ പൊളിച്ച് പുതുക്കി നിശ്ചയിക്കുമ്പോൾ മറ്റൊരു വകുപ്പിൽ പ്രധാനെ അവരോധിക്കാനുള്ള നീക്കമാണ് മോദിയും സംഘവും നടത്തുന്നത്. നീറ്റ് പരീക്ഷ നീറ്റായി നടത്താൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രധാന്റെ കാര്യത്തിൽ തീരുമാനമായത്. രാജ്യം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുത്തൻ ട്രെൻഡിലാണ് പ്രധാൻ അരങ്ങൊഴിഞ്ഞത്. അതേസമയം പ്രധാൻ തിരികെ മന്ത്രിസഭയിലെത്തിയാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ലെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. CJPക്കും ഈ നിലപാട് തന്നെയാണ്. CJPക്ക് മുന്നിൽ മുട്ടുകുത്തി എന്നതിന്റെ ചളിപ്പിൽ ഇപ്പോഴും ഇരിക്കുന്ന മോദിക്ക് അവരുടെ മേൽ ജയം അനിവാര്യമാണ്. അതിനാണ് പ്രധാനെ മറ്റൊരു സുപ്രധാന വകുപ്പിലേക്ക് നിയമിക്കാനുള്ള നീക്കം നടത്തുന്നത്. നീറ്റ് പ്രതിഷേധം ശക്തമായി നിന്ന സമയത്തും ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. എന്നാൽ അതിന് വഴങ്ങാതെ നിന്ന CJPയും കോൺഗ്രസുമാണ് പ്രധാന്റെ കുറ്റി തെറിപ്പിച്ചത്. വീണ്ടും അതേ വ്യക്തി അധികാരത്തിലെത്തിയാൽ വീണ്ടും ജന്തർ മന്ദിർ കലുഷിതമാകുമെന്നുറപ്പാണ്. അതേസമയം ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനചലനമുണ്ടായേക്കുമെന്ന് ഉറപ്പാണ്. രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി തുടങ്ങിയ പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. ഒരു മാസത്തിനകം സുപ്രധാനമായ തീരുമാനങ്ങൾ BJP നേതൃത്വം എടുക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. BJP സംഘടനാ തലത്തിൽ കഴിഞ്ഞ ദിവസം ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിസഭയിലും മാറ്റം വരുത്താൻ പോകുന്നത്. ചില മുതിർന്ന നേതാക്കളെ ഗവർണർമാരാക്കുന്നതും ആലോചനയിലാണ്. മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയ്ക്ക് പുതിയ മന്ത്രിസഭയിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിവരം. അടുത്തിടെ ചില കൂടുമാറ്റങ്ങൾ കാരണം ഷിൻഡെ പക്ഷത്തിന് MP-മാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് ശിവസേന നേതാക്കൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിമാരായ ബ്രജേഷ് പഥക്, കേശവ് പ്രസാദ് മൗര്യ എന്നിവരിൽ ഏതെങ്കിലും ഒരാൾ കേന്ദ്രമന്ത്രിയായേക്കും. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ്. പുതിയ മന്ത്രിസഭാ അഴിച്ചുപണിയിൽ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. സ്മൃതി ഇറാനിയെ പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിച്ചതും ഈ ലക്ഷ്യത്തോടെയാണ്. കൂടുതൽ വനിതാ അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരാകും എന്നതാണ് മറ്റൊരു വിവരം. തമിഴ്നാട്ടിൽ നിന്നും AIADMK അംഗം മന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാകാനുള്ള വഴികളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അടുത്ത നവംബറിൽ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകുമോ എന്ന് വ്യക്തമല്ല. ഹർദീപ് തെറിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിസഭയിൽ എത്തുമോ എന്നതും അറിയേണ്ടതുണ്ട്. അതേസമയം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ പദവിയിൽ തുടരാൻ അനുവദിച്ചേക്കും. നിരവധി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗോയൽ വിജയിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ചുവെങ്കിലും അദ്ദേഹത്തിൽ BJP നേതൃത്വത്തിന് വലിയ പ്രതീക്ഷകൾ ബാക്കിയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.